നിങ്ങളൊക്കെ സൗദിയിൽ പല ടൂറിസ്റ്റ് പ്ലേസ് പോയിട്ടുണ്ടോ? സൗദി എന്ന് പറയുന്നത് ഒന്നുമില്ല, കാണാനൊന്നുമില്ല, പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇത് മാത്രമാണ് സൗദിയിലുള്ളത്. ഒരിക്കലും ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി എനിക്ക് പോകാൻ ആഗ്രഹമില്ലാത്ത രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. തബൂക്കില് ഇസ്ലാമിക്, ജൂയിഷ്, ക്രിസ്ത്യൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. 3000 കിലോമീറ്റർ 3 ദിവസത്തിന്റെ ഉള്ളില് 15 സ്ഥലങ്ങള് നിങ്ങൾ പോയിരുന്നോ? ഞാൻ കാണിക്കാം. നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് റാസ് ഗസ്ബയിലുള്ള കാറ്റലീന സീ പ്ലെയിൻ റക്കേറ്റ്. ജദ്ദയിൽ നിന്ന് 1000 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. 50 വർഷമായിട്ട് അബാൻഡൻ ചെയ്തിട്ടുള്ള ഒരു സീ പ്ലെയിൻ ആണ് ഈ ലൊക്കേഷനിലുള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബൈബിളിലും ഖുറാനിലും ഒക്കെ പ്രതിപാദിച്ചിട്ടുള്ള മൂസ നബിയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് സ്പ്രിങ്സ് ഓഫ് മൂസസ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് മൊഗൈർ ഷഹൈബ് കേവ്സ്. അൽബദ എന്ന പേരിലുള്ള പഴയ കാലത്ത് മദിയാൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണിത്. ഇതും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ഖുറാനിലും ബൈബിളിലും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലം തന്നെയാണിത്. അൽബദയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അൽ സുദൈനി വെൽ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന മൂസ വെൽ. ഇത് ഷഹൈബ് കേവ്സിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. ഇതും ബൈബിളിലും ഖുറാനിലും പ്രതിപാദിച്ച സ്ഥലമാണ്. മൂസ നബി ഷഹൈബ് നബിയുടെ മക്കളെ സഹായിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണ്. സൗദിയുടെ നോർത്ത് വെസ്റ്റിലുള്ള ഹക്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈജിപ്റ്റ്, ജോർദാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ തീരങ്ങൾ കാണാൻ പറ്റും. സൗദി ടൈറ്റാനിക് എന്നറിയപ്പെടുന്ന ജോർജിയസ് ജി ഷിപ്രക്കേജ് സൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്.
ജബൽ ലൗസ് അഥവാ ആൽമണ്ട് മൗണ്ടെയിൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. മൗണ്ട് സിനായ് എന്ന് ചില ആളുകളൊക്കെ ഇതേക്കുറിച്ച് പ്രതിപാദിക്കാറുണ്ട്. മൗണ്ട് സിനായ് ഈജിപ്തിലാണെന്നും അതല്ല സൗദിയിലെ ഈ മലയാണ് ഈ മൗണ്ട് സിനായ് എന്നും പല ആളുകൾ പറയുന്നുണ്ട്. നമ്മൾ ഏത് കല്ല് പൊട്ടിച്ചാലും ഇതുപോലത്തെ കല്ലിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്തിരിക്കുന്ന കാണാം. ഇതാണ് പറയുന്നത്, അന്ന് മുൾപടർപ്പിന്റെ അതേ ഇതാണ്. ഈ ചെടി ഇതുപോലത്തെ ചെടിയാണ്. ഏത് പൊട്ടിച്ച് നോക്കിയാൽ ഇത് മുഴുവൻ ഇതുപോലത്തെ പ്രിന്റ് ചെയ്ത കല്ല. ഏത് കല്ലെടുത്താലും ഈ ഡിസൈൻ ഉണ്ട്. തബൂക്കിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ തബൂക്ക് കാസിൽ, റസൂൽ മസ്ജിദ്, പിന്നെ ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ എന്നിവയാണ്. അല്ലൂലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളുള്ളത് ഹിഗ്ര എന്ന ഈ സൈറ്റിലാണ്. മദീൻ സാലെ എന്നറിയപ്പെടുന്ന സൗദിയിലെ ആദ്യത്തെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണിത്. ഇവിടെ തന്നെയാണ് ഹിജാസ് റെയിൽവേ സ്റ്റേഷനും പിന്നെ നബത്യൻസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ടോംസും ഒക്കെ ഉള്ള സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ദദാൻ. BC 6-ാം നൂറ്റാണ്ടിൽ നെബത്യൻസിന് മുമ്പ് ഉണ്ടായിരുന്ന ലഹിയാനത്ത് കിങ്ഡത്തിന്റെ ക്യാപിറ്റലാണിത്.
നോബിൾ ലൈബ്രറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ജബൽ ഇഖ്മ. ഖിയാനത്ത് കിങ്ഡത്തിന്റെ അവരുടെ മതപരമായ കാര്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും യാത്രാ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള പാറകളാണ് ഇവിടെ ഉള്ളത്. പല രീതിയിലുള്ള റോക്ക് ഫോർമേഷൻസ് ആണ് അല്ലൂലയുടെയും തബൂക്കിൻ്റെയും മറ്റൊരു പ്രത്യേകത. അങ്ങനെയുള്ള അതിൽ ഏറ്റവും മനോഹരമായ ഒരു റോക്ക് ഫോർമേഷനാണ് എലഫന്റ് റോക്ക്. അല്ലൂലയുടെ മുഴുവൻ ഭംഗി കാണണമെങ്കിൽ കിങ് അബ്ദുള്ള പാർക്കിൽ എത്തി ആ താഴേക്കുള്ള കാഴ്ച കാണുക തന്നെ വേണം. അങ്ങനെ 3000 കിലോമീറ്റർ 3 ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട 14 ലൊക്കേഷനും കണ്ട് ഞങ്ങൾ ജിദ്ദയിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ്. ഈജിപ്തിൽ നിന്നും പലായനം ചെയ്തു വന്ന മൂസാ നബി ഷഹൈബ് നബിയുടെ മകളെ കല്യാണം കഴിച്ച് ഇവിടെ താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ പല രീതിയിലുള്ള ഗുഹകളുണ്ട്, വലുതും ചെറുതും ഒക്കെ. ഇതാണിപ്പോൾ ഒരു ഗുഹയുടെ അകത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, മുകളിലൊക്കെ അവർ കൊത്തി ഉണ്ടാക്കിയിട്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് ശരിക്കും നമുക്കിപ്പോഴും അറിയില്ല. ചിലവരിത് ചില ഭാഗങ്ങളിൽ ടോംബ് ശവകുടീരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കാണുന്നതൊക്കെ ഒരു ശവകുടീരത്തിന്റെ ഇതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ചെറുതും വലുതുമായിട്ട് പല ഗുഹകളുണ്ട്. അതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഗുഹാമുഖമൊക്കെ ചെറുതാണ്, പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ വിശാലമായ ഹാളുകൾ ഉള്ളതുപോലെ, അതായത് ഒരാൾ നിന്ന് കഴിഞ്ഞാലും തലയൊന്നും മുകളിൽ മുട്ടാത്ത അത്ര ഹൈറ്റ്, കറക്റ്റായിട്ടുള്ള ഹൈറ്റും നല്ല വിശാലമായിട്ടുള്ള ഹാളുകൾ ഉള്ളതാണ് അധിക ഗുഹകളും. ഇതിലെ പാറകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കരിങ്കല്ല് പോലെ അത്ര ഹാർഡായ പാറ അല്ലെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഇത്രയും കാലം നിന്നതല്ലേ, അപ്പോൾ അങ്ങനത്തെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന പാറകൾ തന്നെയാണ് ഇത് ഉള്ളത്. ഇതിൻ്റെ റൂഫും ഒക്കെ നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം കട്ടിയുള്ള, പെട്ടെന്നൊന്നും പൊട്ടാത്ത തരത്തിലുള്ള പാറകൾ തന്നെയാണ് ഇതെല്ലാം. അന്നത്തെ കാലത്ത് ഈജിപ്റ്റ്, പലസ്തീൻ, ലിവാൻഡ് എന്നറിയപ്പെടുന്ന ലബനാൻ, സിറിയ, ജോർദാൻ എന്നൊക്കെ കൂടിയിട്ടുള്ള
ഈ ഏരിയയിൽ നിന്നുള്ള ഹിജാസിനെയും യമനുമായിട്ട് കണക്ട് ചെയ്യുന്ന പാത കടന്നു പോകുന്നത് മിദൈനിൽ കൂടിയായിരുന്നു. വടക്കു നിന്നും തെക്കു നിന്നുള്ള എല്ലാ കച്ചവടത്തിന്റെയും മെയിൻ കേന്ദ്രമായിട്ട് മാറിയിരുന്നു അന്ന് മിദൈൻ. ഇവിടുത്തെ ജനങ്ങള് അവരുടെ അവിശ്വാസം കാരണവും പിന്നെ കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കുന്നത് കാരണമാണ് പിന്നീട് ദൈവം അവരെ നശിപ്പിച്ചു കളഞ്ഞത്. പാലിൽ വെള്ളം ചേർക്കുക, അതുപോലെ തന്നെ കച്ചവട തൂക്കങ്ങളിൽ വ്യത്യാസം വരുത്തുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള ആളുകളായിരുന്നു ഇവിടുത്തെ താമസിച്ചിരുന്നത് ഇവിടുത്തെ കച്ചവടക്കാരും. ഈജിപ്തിൽ നിന്നും പലായനം ചെയ്തു വന്ന മൂസാ നബി ഷുഹൈബ് നബിയുടെ മക്കൾക്ക് ആടുകളെ വെള്ളം കൊടുക്കുന്നതിന് സഹായിക്കുകയും അതറിഞ്ഞ് മൂസാ നബിക്ക് ഷുഹൈബ് നബി സഫൂറ എന്ന പേരുള്ള മോളെ കല്യാണം കഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, അതിനുശേഷം 10 വർഷം കല്യാണ ഉടമ്പടി പ്രകാരം ഇവിടെ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഏത് ഭാഗത്തൊക്കെ ആയിരിക്കും ഇപ്പം അവര് താമസിച്ചിട്ടുണ്ടാവുക, അന്നത്തെ കാലത്ത് അവർ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും ചെയ്തിരിക്കുക എന്നുള്ളതൊക്കെ ഇവിടെ വരുന്ന ആ ഒരു അവസരത്തിൽ നമ്മളുടെ മനസ്സിലൂടെ എങ്ങനെ കടന്നു പോകും. ഈ ഗുഹകളെല്ലാം ഒരു 3 കുന്നുകളുടെ ഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട അലങ്കരിച്ചതൊക്കെ ഉള്ളത് ഈ മറുവശത്തുള്ള ഒരു വലിയ കുന്നിലാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് ഇപ്പം നമ്മൾ പോവും. അതിനു മുമ്പുള്ള ചെറിയ ചെറിയ ഗുഹകളും പണി തീരാത്ത ഗുഹകളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ചിലതൊക്കെ മൂടിപ്പോയതുപോലെ ഉണ്ട്, ചിലപ്പോൾ ഇത് മണ്ണ് വന്ന് മൂടിപ്പോയതായിരിക്കും. ഇതുപോലെ തന്നെ പാറകൾ തുരന്ന് ഗുഹകൾ ഉണ്ടാക്കിയിട്ടും പല സ്ട്രക്ചറുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് മദീൻ സാലയിലും അതുപോലെ തന്നെ പെട്രയിലും ഒക്കെ ഉള്ളത്. ഇവിടുത്തെ ചില ഗുഹാ കവാടങ്ങൾ മാത്രമേ ഉള്ളൂ കൊത്തുപണിയുള്ളത്. അത് തന്നെ ഇപ്പം നശിച്ച പോലെയാണ് കാണുന്നത്. ഈ ഗുഹയ്ക്കകത്ത് മാത്രം ചെറിയ കൽക്കഷ്ണങ്ങൾ നിലത്ത് കിടക്കുന്നത് കണ്ടു. മറ്റു ഗുഹയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച എല്ലാ ഗുഹയിലും കയറിയിരുന്നു, പക്ഷെ അവിടെ നിന്നും ഇതുപോലത്തെ ചെറിയ ചെറിയ കല്ലുകൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ചെറിയ ചെറിയ കല്ലുകളുണ്ട് നിലത്ത്. സൗദി ഗവൺമെന്റ് ഇപ്പൊ സന്ദർശകർക്ക് കയറി വരുന്നതിനായിട്ട് നല്ല സ്റ്റെപ്പുകളൊക്കെ ഇപ്പൊ ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്താൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. ഈ കവാടത്തിന്റെ കൊത്തുപണികൾ ഒരു ഗ്രീക്ക് സ്റ്റൈലിലാണ്. അപ്പൊ അന്ന് കാലത്ത് തന്നെ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഗുഹക്കകത്ത് ഇവര് ചതുരാകൃതിയില് നിലത്ത് ഒരു പെട്ടി പോലെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ചുമരെല്ലാം കറുപ്പാണ്. മുകളിലുള്ള കളർ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ അറിയാം, നല്ല കറുത്ത കളറാണ് ഇവിടുത്തെ പാറയ്ക്കുള്ളത്. ഇതൊരു മറ്റൊരു ഗുഹാ കവാടാണ്. ഇവിടെ നല്ല കൊത്തുപണികൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ മുൻഭാഗമൊക്കെ ഇപ്പോൾ തകർന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഈ ഗുഹയിൽ അകത്തേക്ക് വേറൊരു മുറിയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ വേറെ ഒരു ഗുഹയ്ക്കകത്തൂടെയാണ് ഞാൻ കണ്ടത്. ബാക്കിയുള്ളതെല്ലാം ഒറ്റ ഹാള് പോലെയുള്ളൂ. പക്ഷെ ഇതിനൊരു സെപ്പറേറ്റ് ഒരു മുറി പോലെ അവര് ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഗുഹകളെല്ലാം അതാ നമുക്ക് ആ ദൂരെ കാണുന്ന സ്ഥലത്താണുള്ളത്. കുറച്ച് കയറി പോകണം. അപ്പുറത്തെ സൈഡിലുള്ള മലയിലാണത്. ഇവിടെ ഇടത്തെ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഗുഹകളുണ്ട്. നമ്മളുടെ ഈ ഇടത്ത് കാണുന്ന ഈ ചെറിയ ഗുഹയിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഇതൊക്കെ തകർന്നതാണോ അതോ ഇത് പകുതി ഉണ്ടാക്കി വെച്ചതാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല.
ഇവിടെ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ ഗുഹകളിലും കയറിയിട്ട് വിശദമായിട്ട് കണ്ടു. അതിൻ്റെയൊക്കെ കഴിയുന്നത്ര വീഡിയോകളും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അതിനു മുമ്പ് എല്ലാ ഏരിയയും ഒരു പ്രാവശ്യം കൂടെ വീഡിയോയിൽ പകർത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിട പറയാണ്. ഭയങ്കര സന്തോഷമായി. സത്യത്തിൽ ഇത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഞങ്ങൾ വന്ന സമയത്ത് കൊറോണ ആയത് കാരണവും വേറെ കുറേ ഇവിടെ പണികൾ നടക്കുന്ന കാരണവും ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വന്ന ആ ഒരു കൃത്യസമയത്ത് തന്നെ ഇത് തുറന്ന് കിട്ടി. അതുകൊണ്ട് മാത്രം കയറി കാണാൻ പറ്റിയതും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയതും.